നമുക്ക് ഒരു യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാഗുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ആ യാത്രയിൽ ഉപയോഗമുള്ള അത്രയും സാധനങ്ങളെ കൃത്യമായി പാക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. അത് നമ്മുടെ ഉപയോഗം നടന്ന് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ റീചെക്ക് ചെയ്യാറുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ആവശ്യത്തിനുള്ളത് അത് ഉണ്ടോ ഇല്ലയോ എന്നത്. മൾട്ടിപ്പിൾ ഡേയ്സ് നീണ്ടു നിൽക്കുന്ന യാത്രകളാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഷേവ് ചെയ്യണമെങ്കിൽ ഷേവിങ് സെറ്റൊക്കെ എടുത്തിട്ടുണ്ടോ എന്നത് വെരിഫൈ ചെയ്യും, നമ്മുടെ ബാഗിലുണ്ടോ എന്ന്. നമ്മുടെ ഈ ഒരു കാർട്ട് ചെക്ക് ചെയ്യണം ഇടയ്ക്കൊക്കെ, എമർജൻസി കാർട്ടുകൾ. ഈ എമർജൻസി മെഡിക്കേഷൻസ് എവിടെയെല്ലാം വെക്കുന്നോ അവിടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഉപയോഗിക്കുന്നതനുസരിച്ച് അവിടെ വീണ്ടും നമ്മൾ റീപ്ലേസ്മെൻറ്റ് നടത്തണം. ക്രാഷ് കാർട്ടുകൾ പറ്റുമെങ്കിൽ സീൽഡായിട്ട് വെക്കണം. ഉപയോഗം കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്ത് വേണ്ടുന്നത് തിരിച്ചു വെക്കാനായിട്ട് ഓർക്കണം. CPR കൊടുക്കുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സ് ആ ഏരിയകളിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. നോക്കണം, ഈ ഒരു സ്റ്റാൻഡേർഡിൽ 4 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെയാണ് നമ്മൾ 7 എണ്ണവും 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും കണ്ടുപോകുന്ന. 7ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് MOM 3G. എമർജൻസി മെഡിക്കേഷൻസ് ആർ അവൈലബിൾ ഓൾ ദ ടൈം ആൻഡ് ആർ റീപ്ലനിഷ്ഡ് പ്രോംപ്റ്റ്ലി വെൻ യൂസ്ഡ്. നമ്മളുടെ ഉപയോഗക്രമം അനുസരിച്ച് അതിനെ നമുക്കവിടെ തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അത് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ആവശ്യത്തിനുള്ള സമയത്ത് അവൈലബിൾ ആക്കാൻ പറ്റണം. MOM 3G ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റും കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്.